Our hearts beat to the city streets. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് പോവുകയാണ്. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഇത് ഇവിടുത്തെ തന്നെ ബസ്സാണ്. ഞങ്ങളുടെ മോനൂട്ടിനോടൊരു ഹായ് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും മോനൂട്ടിന് വലിയ ഗമയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വൈകുന്നേരം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ സെലിബ്രേഷന് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. കഴിഞ്ഞ ദിവസം പോയ തന്നെ അതേ വെന്യൂ ജഗത് സിംഗ് ഹാള്. ഞങ്ങൾ അവിടെ എത്തി. ഇന്നത്തെ ബർത്ത്ഡേ 1 വയസ്സുള്ള കുഞ്ഞല്ല, കുറച്ചുകൂടെ സ്കൂളിൽ പോകാൻ പ്രായമായ കുട്ടിയാണ്. കറക്റ്റ് ഏജും കാര്യങ്ങളും എനിക്കറിയത്തില്ല. ഇതാണ് കുഞ്ഞ്. മോൻ്റെ പേര് ഗൗതം എന്നാണ്. കഴിഞ്ഞ ദിവസത്തെ 1 വയസ്സ് സെലിബ്രേഷൻ ചെയ്ത ഞങ്ങളുടെ വംശിക്കുട്ടി ഇവിടെ ഇന്ന് നല്ല സ്റ്റാറായിട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം സ്റ്റേജിൽ അങ്ങ് സ്ഥലം പിടിച്ചു. ഇനി നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കടക്കാം. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബർത്ത്ഡേയുടെ പാട്ടൊക്കെ സ്വാഭാവികമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല. സത്യത്തിൽ ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും. ഇപ്പം നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ ഭയങ്കര സന്തോഷമല്ലേ. അതിൽ കൂടുതൽ സന്തോഷമായിരിക്കും ഈ കുട്ടികൾക്കുണ്ടാവുന്നത്. ഇപ്പം നോക്കിക്കൊണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇളയവന് കേക്ക് കൊടുക്കാത്തത് കൊണ്ട് അവൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഇപ്പം നമുക്ക് കാണാവേ. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ചട പാവം തോന്നി. അവന് കേക്ക് കിട്ടാത്തതുകൊണ്ട് അവന് അവിടെ കിടന്നങ്ങ് കരയുക. നമുക്കാണെങ്കിൽ ഒരു സങ്കടം വരത്തില്ല. നമ്മളെ അവർ മൈൻഡ് ചെയ്യുന്നില്ലേ. നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുമായിരുന്നുവെങ്കിൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ സിബ്ലിങ്സിൻ്റെ ഇങ്ങനെ നടത്തുമ്പോൾ നമ്മളെ അപ്പനും അമ്മയും മൈൻഡ് ചെയ്യുന്നില്ലേ എന്നോർത്ത് നമുക്കും സങ്കടം വരാതിരിക്കത്തൊന്നുമില്ല. എനിക്കെന്തോ അച്ചട പാവം തോന്നി. അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഭക്ഷണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സോറി അതിന് മുമ്പ് നമ്മുടെ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ആ ഒരു സമയമാണിത്. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ പോയി ഗിഫ്റ്റ് കൊടുത്തു. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്തു. അതുകൊണ്ട് എൻ്റെ സ്ഥിരമുള്ള ആക്ഷൻ വരൂ പോകാം ബൈ ബൈ. അത് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. എൻ്റെ ക്യാമറയ്ക്ക് പോസ് ചെയ്യുകയാണ് ഇവരൊക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടിപ്പട്ടാളങ്ങൾക്ക് സ്ഥിരമുള്ള സ്റ്റേജിലോ എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടിയാലും അവിടെ മുഴുവൻ കയ്യേറുക എന്നൊരു സ്വഭാവമുള്ളതുകൊണ്ട് ഇനി നമുക്ക് കുട്ടിപ്പട്ടാളങ്ങളുടെ ഡാൻസ് കാണാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടിപ്പട്ടാളങ്ങൾക്ക് സ്റ്റേജ് കിട്ടിയപ്പോഴത്തേക്ക് അവരങ്ങ് ഡാൻസ് കളിച്ച് തകർക്കുവാണ്. എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇച്ചായനും കൂട്ടുകാരും ഒക്കെ വന്നത്. അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഐ ലവ് യു.